ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ഭർത്താവ് സതീഷിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അതുല്യയുടെ സഹോദരിയുടെ പരാതിയിൽ ഷാർജ പോലീസ് തീരുമാനമെടുക്കുക. അതേസമയം അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ബന്ധുക്കൾ ആരംഭിച്ചു. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളായെങ്കിലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോറൻസിക് റിപ്പോർട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒന്നും ലഭിച്ചിരുന്നില്ല. ഇന്ന് ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുമെന്നുള്ളതാണ് വിവരം. അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങൾ ഇന്ന് മുതൽ വേഗത്തിലാക്കാൻ കഴിയും. അതുല്യയുടെ സഹോദരി അഖില ഷാർജ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. സതീഷിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ആ പരാതി സ്വീകരിച്ച പോലീസ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്നുള്ളതായിരുന്നു. അതുമല്ല, ആത്മഹത്യയാണെന്ന് വരികയാണെങ്കിൽ ഇനി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഹസ്ബൻഡ് വിസയിലാണ് ഇവിടെ അതുല്യ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടത്, നടപടികൾ സ്വീകരിക്കേണ്ടത് സതീഷാണ്. പക്ഷേ സതീഷ് പൂർണ്ണമായും മദ്യപാനിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നടത്താൻ കഴിയുമെന്ന് കുടുംബത്തിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് കുടുംബം ഇപ്പോൾ ആലോചിക്കുന്ന മറ്റൊരു കാര്യം, അതുല്യയുടെ നാട്ടിലുള്ള കൊല്ലത്തുള്ള അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തു നിന്നും പവർ ഓഫ് അറ്റോർണി വാങ്ങി അത് അഖിലയ്ക്ക് നൽകി അഖില ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുക. കാരണം രക്തബന്ധമുള്ള ആളാണ് അഖില, അനിയത്തിയാണ്. ഈ അഖില ഇന്ത്യൻ കോൺസുലേറ്റിൽ പരാതി നൽകുകയും മൃതദേഹം വിട്ടുകിട്ടണം, അതിനുള്ള പവർ ഓഫ് അറ്റോർണി തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ വ്യക്തമാക്കി ഒരു അപേക്ഷ നൽകി. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം അഖിലയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് ഷാർജ പോലീസിനോട് ആവശ്യപ്പെടാൻ ഇന്ത്യൻ കോൺസുലേറ്റിന് കഴിയും. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.